അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ആധുനിക സൗകര്യങ്ങളോടെ തുടരണമെന്ന് കേരളം ആവശ്യപ്പെട്ടതായി മന്ത്രി PA മുഹമ്മദ് റിയാസ് പറയുന്നു. ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ പ്രതീക്ഷയുണ്ട്. നേവിയുടെ വിദഗ്ധരായ മറ്റു ടീമുകളെ വിശാഖപട്ടണത്ത് നിന്ന് കൊണ്ടുവരാൻ നീക്കം നടക്കുന്നുവെന്നും മന്ത്രി മുഹമ്മദ് റിയാസ്. ശിരൂരിലെ രക്ഷാദൗത്യം നമ്മുടെ പ്രിയപ്പെട്ട അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ അത് 12ാം ദിവസവും പോവുകയാണ്, അതും കടന്നു പോവുകയാണ്. ഏതായാലും ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് അദ്ദേഹം ഇന്നലെ ഇവിടെ എത്തി ക്യാമ്പ് ചെയ്ത കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടിരുന്നു. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഏറ്റവും ഒടുവിലത്തെ അപ്ഡേഷനുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ നമസ്കാരം. നമ്മളെ സംബന്ധിച്ചൊരു ദുഃഖകരമായ ഒരു കാര്യമാണ്, കാരണം ഇത്രയും ദിവസം രക്ഷാദൗത്യം നീളുന്നു. നമുക്ക് ഇനി ഒരു അടുത്ത സ്റ്റെപ്പ്, ഇന്നത്തെ ഒരു അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും മിനിസ്റ്റർ? ഇന്നിപ്പോൾ നമ്മൾ ഈ പാൻറ്റൂൺ, അതായത് ചങ്ങാടം പോലെ പുഴയിൽ ഫ്ലോട്ടിംഗ് അതിൽ ഡൈവേഴ്സിന് നിന്ന് ഇറങ്ങി വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന സംവിധാനമാണ് നോക്കുന്നത്. ഒരു 10:30 മണിയാകുമ്പോഴേക്കും അത് യഥാർത്ഥത്തിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് കാണുന്നത്. അതിൻ്റെ ഒരു ശ്രമം നടത്തുക. പിന്നെ നമുക്ക് പറ്റുന്ന കാര്യം, ഇപ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു കത്ത് അയച്ചിട്ടുണ്ട്, ശ്രീ രാജ്നാഥ് സിംഗിന്, ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്ക്. നേവിയുടെ മറ്റ് സാധ്യതകൾ, ഇപ്പോൾ നേവിയുടെ നല്ല മികച്ച ടീം പലയിടങ്ങളിലുണ്ട്. ഫോർ എക്സാമ്പിൾ വിശാഖപട്ടണം, അതല്ലെങ്കിൽ കൊച്ചി, അല്ലെങ്കിൽ മറ്റിടങ്ങൾ. അപ്പോൾ നേവിയുടെ മറ്റ് നല്ല സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ടീമിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു ഇടപെടൽ നടത്തണമെന്നാണ് മുഖ്യമന്ത്രിയുടെ കത്തിൽ പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. റിപ്പോർട്ട് കാർവാർ കളക്ടർക്ക് കൊടുത്തു. എന്താണ് അപ്ഡേഷൻ? അതിൽ ഈ ഡ്രോൺ ഇൻ്റർപ്രിട്ടേഷൻ്റെ വിവരങ്ങളുണ്ട്, പ്രത്യേകിച്ച് 3ാമത്തെ സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ചില നിർണായക സിഗ്നൽ കിട്ടിയെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളോട് അത്തരം കമ്മ്യൂണിക്കേഷൻസ് വല്ലതും നടന്നിട്ടുണ്ടോ? അല്ല, ഇന്ന് രാവിലെ ഇപ്പോൾ ഞങ്ങളിരിക്കുന്നുണ്ട്, കലക്ടറുണ്ട്, മറ്റു പ്രധാന ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെ എക്സ്പേർട്സ് പറയുന്ന കാര്യം കൂടി ഞങ്ങൾ കേട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ കർണാടക സർക്കാർ എടുക്കുന്ന കുറേ സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ അതിൽ കൂടെ കുറച്ചുകൂടെ ആധുനികമായിട്ടുള്ളൊരു ഇടപെടൽ വേണം എന്നൊരു ആവശ്യം നമ്മൾ ഉന്നയിക്കുന്നു. ഇതുവരെ എടുത്ത സ്റ്റെപ്പിനെ ഞങ്ങൾ കുറ്റപ്പെടുത്താനൊന്നുമില്ല. അങ്ങനെ ഒരു നിലപാടല്ല ഞങ്ങൾ തുടക്കം മുതലേ സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളോടും സഹകരിക്കുകയും ഞങ്ങളുടെ ചില അഭിപ്രായങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തുകൂടെ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഞങ്ങൾ എടുത്തിട്ടുള്ള, കേരള ഗവൺമെൻറ് എടുത്തിട്ടുള്ള നിലപാട്. അത് ജനങ്ങൾക്കും ബോധ്യമുണ്ട്. കുറേ കൂടി നമുക്ക് വിദഗ്ധരെ, അല്ലെ എക്സ്പെർട്ട് ടീമിനെയോ അല്ലെങ്കിൽ മറ്റ് ടെക്നോളജിയുടെ സാധ്യത ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സംവിധാനങ്ങളെയോ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും അത് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ചില കേന്ദ്രങ്ങളിൽ നിന്നും സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, സർക്കാർ ചില നടപടികൾ എടുക്കുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭൂഷണമായിരുന്നു. എന്താ അതിനെ പറയുന്നത്? ഗിഷ്ട മനസ്സാണ്. ഞാൻ 2 ദിവസം മുമ്പ് വീട്ടിൽ പോയിരുന്നു. വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ കൗൺസിലറും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധപ്പെടുത്തിയിരുന്നു. വളരെ പ്രയാസകരമായ സാഹചര്യമാണ്. അർജുൻ്റെ വീട്ടുകാരെ, സ്ത്രീകളെ ഉൾപ്പെടെ ആക്രമിക്കുകയാണ്, സൈബർ ആക്രമണം. അത് അവർക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഒരു കാരണവശാലും അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. കാരണം എന്തൊരു മനസ്സാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തൊരു മനസ്സാണ്. അപ്പോൾ കർക്കശ നിലപാട് അതിലെടുക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. അതിനുശേഷം ഞാൻ കോഴിക്കോട് പോലീസ് മേധാവിയുമായി ചർച്ച ചെയ്തു. വളരെ ഗൗരവത്തിൽ വിഷയം ചർച്ച ചെയ്തു. ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ എല്ലാം ചെയ്യും. ഏതായാലും വളരെ നന്ദി മിനിസ്റ്റർ. വലിയ തിരക്കിലാണ്, കാരണം ഇന്ന് അവലോകന യോഗമുണ്ട്. അവലോകന യോഗത്തിന് ശേഷം ഇക്കാര്യത്തിലെ പുതിയ അപ്ഡേഷൻ നമുക്ക് ലഭിക്കും. തിരച്ചിൽ ശക്തമായി തന്നെ തുടരും. അതിനുള്ള ഇടപെടൽ അത് കേരള സർക്കാർ ശക്തമായി തന്നെ നടത്തുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ നമ്മളോടൊപ്പം അറിയിച്ചിട്ടുണ്ട്. ശിരൂരിൽ നിന്നും ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം.